ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളത്തെ പ്രൊമോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് അർജുൻ്റെ ആ ഒരു കൃഷിയിടത്തിൽ പന്നി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അർജുൻ ആകെ ടെൻഷനായിട്ട് അഞ്ജലിനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണാൻ നിൽക്കുന്നില്ല. അർജുൻ വേഗം തന്നെ ഓടി തന്നെ കൃഷി സ്ഥലത്തേക്ക് പോകുവാണ്. ഗോവിന്ദൻ ഉണ്ണിയും അതുപോലെ തന്നെ ഭാര്യയും കൂടി അമ്പലത്തിലേക്കും പോകുന്നുണ്ട്. പിന്നീട് അവിടെ ആരും തന്നെയില്ല. രാവിലെ എഴുന്നേറ്റ് അഞ്ജലിക്കാണെങ്കിൽ എവിടെ പോണോന്ന് അറിയില്ല കേട്ടോ. കാരണം ഇവിടുത്തെ കാര്യങ്ങളും സംഭവങ്ങളൊന്നും അഞ്ജലിക്ക് അങ്ങനെ വലിയ പരിചയമില്ലല്ലോ. ആ വീടും ചുറ്റുപാടൊന്നും അഞ്ജലിക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് അഞ്ജലി എഴുന്നേറ്റിട്ട് അങ്ങനെ റൂമിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. അർജുൻ ഇപ്പൊ വരുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് അഞ്ജലി റൂമിൽ നടക്കുന്നത്. ആ സമയത്ത് അർജുനെ കാണുന്നേയില്ല. അർജുൻ എവിടെ പോയി എന്ന രീതിയിൽ അഞ്ജലി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ മുത്തശ്ശി വരുന്നുണ്ട് കേട്ടോ. ആ മോൾ എഴുന്നേറ്റായിരുന്നോ? എഴുന്നേറ്റായിരുന്നു മുത്തശ്ശി. ഇന്നലെ ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോൾ ഇവിടെയും. അർജുൻ താഴെയാണ് കിടന്ന് ഉറങ്ങിയതല്ലേ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും ഒരു കുഴപ്പമില്ല മോളെ. നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത് എങ്ങനെയാണെന്നും ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവങ്ങളും എല്ലാം തന്നെ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ജീവിതം തുടങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യവും എല്ലെന്നും അറിയാം. പിന്നീട് ഒരു ആദ്യരാത്രിയും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് ഈ സെറ്റപ്പും ഒരുക്കങ്ങളൊക്കെ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. മോൾക്കാട്ടെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റിയായിരുന്നോ? സ്ഥലം മാറിയതിന്റെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറഞ്ഞിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. മോൾ ഇന്നലെ കാവ്യ വന്നപ്പോ ഒരുപാട് ടെൻഷൻ അടിച്ചോ? പേടിച്ചു പോയോ? അതെ, അവര് അങ്ങനെയൊക്കെ ചെയ്തപ്പോഴേക്കും എനിക്ക് ആകെ ടെൻഷനായിപ്പോയി എന്ന് അഞ്ജലി പറയുമ്പോൾ മുത്തശ്ശി പറയണ്ട മോളെ, ഇതൊന്നും കേട്ട് നീ പേടിക്കോ ടെൻഷനാവോ ഒന്നും വേണ്ട. ഇതൊക്കെ ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധികളാണ് മോളെ. ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് മനസ്സിലാവുന്നത്. എങ്ങനെ പിടിച്ചു നിൽക്കാം, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് ഓരോരോ പ്രതിസന്ധികൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ജീവിതം അങ്ങനെയാണ്. മോള് വിചാരിക്കുന്ന പോലെ മോളുടെ ജീവിതത്തിൽ മാത്രമല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട് മോളെ. പിന്നെ മോൾ ഇന്നലെ കണ്ടില്ലേ കാവ്യ? സത്യം പറഞ്ഞ മോള് പേടിക്കേണ്ടത് കാവ്യേനെയൊന്നുമല്ല, അതുപോലെ തന്നെ കാവ്യയുടെ അച്ഛൻ കുറുപ്പിനെ അല്ല. ഇവിടുള്ള രാഘവനുണ്ടല്ലോ എൻ്റെ മൂത്ത മകൻ, അവനെയും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പേടിക്കണം ഒരാളെ. അത് വേറെ ആരുമല്ല, അത് നിന്റെ സ്വന്തം ചേച്ചി അനുപമേനെയാണ് എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അഞ്ജലി ഒന്ന് ഷോക്കാവുന്നു കേട്ടോ. മുത്തശ്ശി എന്താ അനുപമേനെ ഇത്രയൊരു വില്ലത്തിയായിട്ട് ചിത്രീകരിക്കുന്നത് എന്ന രീതിയിൽ അഞ്ജലി ഇങ്ങനെ നോക്കാണ്. ആ സമയത്ത് മുത്തശ്ശി പറയണ്ടേ, എന്താ ഞാൻ പറഞ്ഞത് കേട്ട് നീ ഞെട്ടിപ്പോയോ? ഞാൻ പറഞ്ഞത് കാര്യമാ മോളെ. ഇവിടുള്ള ബാക്കി ആരെ വേണമെങ്കിലും സഹിക്കാം, അവരെ പറഞ്ഞ് മനസ്സിലാക്കാന്ന്. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറ്റുമെന്ന് നമുക്ക് ഉള്ളിനുള്ളിലൊരു ചിന്തയുണ്ടാവും, അല്ല അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവും. പക്ഷേ മോളുടെ ചേച്ചിയായിട്ട് പറയണ്ടല്ല അനുപമ, ഹോ അത് ഭയങ്കര സാധനം തന്നെയാണ്. സത്യം പറഞ്ഞ മോൾക്കൊരു കാര്യം അറിയാവോ? ഇന്നലെ കാവ്യ ഇവിടെ വന്നതിന് കാരണക്കാരി ആരാണെന്ന്? അത് അനുപമയാണ്. അത് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. കാവ്യ വന്നപ്പം മുതൽ അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഭാവമാറ്റം, മുഖത്തുണ്ടായിരുന്ന ഒരു തെളിച്ചം, അവളുടെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നറിയാവോ ഇന്നലെ കാവ്യ ഇവിടെ വന്നപ്പോഴേക്കും. അപ്പോഴേ എനിക്ക് മനസ്സിലായി കാവ്യനെ വിളിച്ചു വരുത്തിയത് അനുപമ തന്നെയാണെന്ന്. ദേ ഇന്ന് രാവിലെ ഇപ്പോൾ തന്നെ അവള് ഇവിടുന്ന് പോയിട്ടുണ്ട്. അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവള് അമ്പലത്തിലേക്കൊന്നും അല്ല പോയേക്കണത്. അവള് പോയേക്കുന്നത് മിക്കവാറും ആ കുറുപ്പിന്റെ വീട്ടിലേക്ക് തന്നെയായിരിക്കും. അതുകൊണ്ട് മോൾ അവളെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോവാണ്. തൻ്റെ ചേച്ചി ഇത്രയും ഒരു ഭീകരിയാണെന്ന് ശരിക്കും നമ്മുടെ അഞ്ജലി നാളെയാണ്ടോ മനസ്സിലാക്കണത്. അതിനുശേഷം പിന്നീട് കാണിക്കണത് അനുപമയാണ്. മുത്തശ്ശി പറഞ്ഞ പോലെ തന്നെ അനുപമ പോയിക്കുന്നത് കുറുപ്പിന്റെ വീട്ടിലേക്ക് തന്നെയാട്ടോ. അവിടെ എത്ര അനുപമ ആദ്യം കാണുന്നത് നമ്മുടെ കാവ്യേനെയാണ്. കാവ്യ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാവ്യയുടെ അടുത്തേക്ക് നമ്മുടെ അനുപമ വരുന്നുണ്ട്. കാവ്യെ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. എന്തായാലും നീ ഇന്നലെ വന്നത് നന്നായിട്ടോ. വേറൊന്നല്ല, ഇന്നലെ അഞ്ജലിയുടെയും അർജുന്റെയും വിവാഹത്തിന്റെ ആദ്യ രാത്രി നടന്നില്ല. അത് മാത്രല്ല, ഇന്ന് രാവിലെ അർജുനൊരു കോള് വന്നിരുന്നു. അഞ്ജലി വലതുകാലം വെച്ച് ശംഖുചക്രത്തെ കയറിയപ്പോൾ തന്നെ അവന്റെ കൃഷിയിടത്തിലെ പന്നി കയറിയെന്ന്. അവന്റെ കൃഷി എല്ലാം നശിപ്പിച്ചു പന്നി എന്നാണ് പറയണ്ടായിരുന്നത്. സത്യമാണോ? അതെ. അതുകൊണ്ട് അഞ്ജലിനെ ചില ആൾക്കാർ അവശകനുമായിട്ടും കാണുന്നുണ്ട്. നോക്കുമോളെ, നിന്റെ കണ്ണീര് കണ്ടുകൊണ്ട് ഒരിക്കലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ല. ഞാൻ നിനക്ക് വാക്ക് തരാണ്. ദേ
അഞ്ജലിയും അർജുനും ഒരു റൂമിൽ ഒരുമിച്ച് കഴിയില്ല. അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ്. നോക്ക്, അഞ്ജലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി നിന്നെ തന്നെ ഞാൻ ശംഖുചക്രത്തിന്റെ മരുമകളായിട്ട് കൊണ്ടുവരും. ഇത് ഈ കാവ്യക്ക് ഈ ചേച്ചി തരുന്ന വാക്ക് എന്ന് പറഞ്ഞിട്ട് അനുപമ അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ കുറിപ്പുണ്ട് കേട്ടോ. അനുപമ പറഞ്ഞ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും കാവ്യക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പൊ തന്റെ അർജുനെ തനിക്ക് വീണ്ടും കിട്ടുമോ എന്നൊരു പ്രതീക്ഷ അങ്ങനെ നമ്മുടെ കാവ്യയുടെ മനസ്സിൽ വീണ്ടും വരുവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ കുറുപ്പിനെയാണ്. കുറുപ്പിന്റെ അടുത്തേക്ക് അനുപമ വരുന്നുണ്ട്. കുറുപ്പങ്കിൾ, നീ വന്നോ? നീയാണ് വരേണ്ടത്. ഇന്നലെ നീയാണ് എൻ്റെ മോളോട് പറഞ്ഞ് ഇളക്കി വിട്ടേലേ. അങ്കിൾ, അത് എനിക്ക് അറിയില്ലായിരുന്നു കാവ്യയുടെ അവസ്ഥ ഇത്രയും മോശമാണെന്ന്. അവള് മെന്റലി ഇത്രമാത്രം ഇങ്ങനെയായെന്ന കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നല്ലോ. അപ്പോ അവളുടെ ആദ്യ രാത്രി നടക്കാൻ പോയല്ലേ, അത് എനിക്ക് അറിയിക്കണം തോന്നി, അതുകൊണ്ട് അറിയിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് എന്തായി? എൻ്റെ മോളെ ഭ്രാന്തിനെ പോലെ ആക്കിയില്ലേ? എല്ലാരും കൂടെ കിടന്ന് ചേർന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും അല്ലെ? അയ്യോ അങ്കിൾ, അങ്കിള് വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല അങ്കിൾ എന്ന് പറയണം. എങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും സ്വഭാവം. നോക്ക്, എൻ്റെ മോളുടെ കണ്ണീര് വീഴ്ത്തിയ ശംഖുചക്രത്തിൽ ആരും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അനുപമ പറയണ്ട അങ്കിൾ, അങ്ങനെ തന്നെയാണ് വേണ്ടത്. നോക്കങ്കിൾ, ശംഖുചക്രത്തിൽ ആർക്കും അഞ്ജലിനെ ഇഷ്ടവേ അല്ല. പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ആ മുത്തശ്ശിയും ഗോവിന്ദനും അയാളുടെ ഭാര്യ രമ്യയും പിന്നെ ആ പിള്ളേര് സെറ്റും മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അവരോട് വലിയ താല്പര്യമൊന്നും ഇല്ല. ഇന്നലെ അർജുന്റെ മഞ്ജുടെ ആദ്യ രാത്രി കഴിഞ്ഞിട്ടുമില്ല. അഞ്ജലിനെ ഇല്ലാതാക്കാൻ നമുക്ക് ഇനിയും ഒരു അവസരം കൂടി ഉണ്ടെങ്കിലേ. അഞ്ജലി ഇല്ലാതായി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാവ്യക്ക് വീണ്ടും അർജുനെ കിട്ടും. കാവ്യക്ക് നല്ല പയ്യന്മാരെ കിട്ടാനിട്ടല്ല, പക്ഷെ അവളുടെ മനസ്സിൽ കയറി പറ്റിയ ഒരു പുരുഷൻ എന്ന് പറയണത്, ഒരു ഭർത്താവ് സങ്കല്പം എന്ന് പറയുന്നത് അർജുനാണ്. അതുകൊണ്ട് അവളുടെ മനസ്സിൽ നിന്ന് പെട്ടെന്നൊന്നും അർജുനെ എടുത്തു മാറ്റാൻ പറ്റില്ല അങ്ങളെ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് അർജുന കാവ്യയുടെ കയ്യിൽ തന്നെ സുരക്ഷിതമായിട്ട് എത്തിക്കണം. അതിന് അഞ്ജലിയും അതുപോലെ തന്നെ അർജുനും ഒരുമിച്ച് ജീവിക്കാനേ പാടില്ല. അഞ്ജലിനെ ഇല്ലാതാക്കണം. അതിന് നിനക്ക് കഴിയോ? നിന്റെ സ്വന്തം പെങ്ങളല്ലേ? എന്റെയോ അനിയത്തിയോ? അവളെയൊക്കെ ഞാൻ എപ്പോഴേ ഉപേക്ഷിച്ചതാണ്. അവളുടെ അച്ഛനും അമ്മയൊക്കെ ഞാൻ ഉപേക്ഷിച്ചതാണ്. എനിക്ക് അവളുടെ പേര് പറയുമ്പോൾ തന്നെ ദേഷ്യമാണ്. അവളെ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കും തോറും ദേ വീട്ടിലേക്ക് തന്നെ കെട്ടി എഴുന്നേറ്റ് കൊണ്ട് വന്നിരിക്കുന്നു അർജുൻ. ദേ അങ്കിളെ, ഞാൻ അങ്കിളുടെ കൂടെ നിൽക്കാം. നമുക്ക് ഇന്ന് രാത്രി തന്നെ അഞ്ജലിനെ ഇല്ലാതാക്കാം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കും, ഞാനല്ലേ പറഞ്ഞത്. പക്ഷെ എൻ്റെ കൂടെ കാർത്തിക്കും കൂടി വേണം. ഞങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് ഒരു ഇതിലെത്തിക്കോളാം എന്ന് പറയണം. അങ്ങനെ കാർത്തിക്കും നമ്മുടെ അനുപമയും കൂടി ചേർന്നിട്ട് അഞ്ജലിനെ രാത്രി തന്നെ ഇല്ലാതാക്കാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുക കേട്ടോ. അപ്പൊ ആ പ്ലാനുകൾ തയ്യാറാക്കുന്നത് മാത്രമല്ല, നമ്മുടെ അനുപമ രാത്രി അഞ്ജലിയും അർജുനും കൂടി കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവിടേക്ക് പോയിട്ട് അഞ്ജലിനെയും അർജുനെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവരോട് പറഞ്ഞത് എന്താണ്? അഞ്ജലിനെ മാത്രമേ ഇല്ലാതാക്കുള്ളൂ. പക്ഷെ അർജുനെയും ഇല്ലാതാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. കാരണം രണ്ടുപേരും കൂടെ തീരട്ടെ എന്നാണ് അനുപമയുടെ ആ ഒരു ഉദ്ദേശം. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.